പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമര പോലീസിൻ്റെ പിടിയിലായി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രതി പോലീസിൻ്റെ വലയിലായത്. പോത്തുണ്ടിക്കടുത്ത് മാടായിയിൽ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത്. വിശപ്പ് സഹിക്കാനാകാതെ വീട്ടിലേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. മാടായിയിലെ പാടത്ത് വെച്ചാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 36 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കൊടും കുറ്റവാളി പോലീസിൻ്റെ വലയിൽ അകപ്പെടുന്നത്. ഇന്നലെ സന്ധ്യയോടെ ഇയാളെ മാടായിക്കടുത്ത് കണ്ടു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും നാട്ടുകാരും ചേർന്ന് രാത്രിയിൽ കാര്യമായ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഇരുട്ടിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ മൊബൈൽ വെളിച്ചവും മറ്റുമായിട്ടാണ് തിരച്ചിൽ നടത്തിയത്. കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയാതെ രാത്രി 10:30 തിരച്ചിൽ അവസാനിപ്പിക്കുകയാണുണ്ടായത്. ഇന്ന് തിരച്ചിൽ നടത്താനിരിക്കെയാണ് രാത്രിയോടെ ഇയാൾ പോലീസിൻ്റെ വലയിൽ അകപ്പെടുന്നത്. ചെന്താമരയുടെ അയൽവാസികളായ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയിൽ നഗറിൽ അപ്പായിയുടെ ഭാര്യ ലക്ഷ്മിയെയും മകൻ സുധാകരനെയുമാണ് ചൊവ്വാഴ്ച രാവിലെ 9:30 ഇയാൾ വെട്ടി കൊലപ്പെടുത്തിയത്. അയൽവാസിയോടുള്ള അടങ്ങാത്ത പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. രാവിലെ സുധാകരൻ ബൈക്കിൽ പുറത്തേക്കിറങ്ങുമ്പോൾ ഓടിയെത്തിയ ചെന്താമര വടിവാൾ കൊണ്ട് വെട്ടി വീഴ്ത്തുകയായിരുന്നു. ശബ്ദം കേട്ട് നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തിയ അമ്മ ലക്ഷ്മിയെയും ഇയാൾ നിഷ്കരണം വെട്ടിവീഴ്ത്തി. ഇതിനുശേഷം ഓടി മറയുകയായിരുന്നു. പിന്നീട് സഹോദരൻ രാധയുടെ വീട്ടിലെത്തി കുളിച്ച ശേഷമാണ് ഒളിവിൽ പോയത്. കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യ സജിതയെ ചെന്താമര 2019 വെട്ടി കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ വിയ്യൂർ ജയിലിലായിരുന്ന ഇയാൾ 2 മാസങ്ങൾക്ക് മുൻപാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന കോടതിയുടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. ചെന്താമര കടുത്ത അന്ധവിശ്വാസത്തിന് അടിമയായിരുന്നുവെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. ആരെങ്കിലും പുതിയ വസ്ത്രമിട്ട് വീടിന് മുന്നിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഇയാൾ അക്രമാസക്തനാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ഇയാൾ ആരോടും കാര്യമായി സംസാരിക്കാറില്ല. തൻ്റെ ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണം അയൽക്കാരാണെന്ന തെറ്റിദ്ധാരണ ഇയാൾക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ മുടി നീട്ടി വളർത്തിയ സ്ത്രീയാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ജ്യോത്സ്യൻ പറയുകയും ചെയ്തുവത്രേ. ഇതാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.